ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ നവരാത്രി പ്രമാണിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നവരാത്രി വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ നല്ല രീതിയിൽ ദൈവത്തിന് എവിടെയൊക്കെ ഒരുക്കി നല്ലോണം വൃത്തിയാക്കിയിട്ട് ദൈവത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ രാവിലെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് കേട്ടോ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ നമുക്ക് അങ്ങനെ ടൈമൊന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ആയതുകൊണ്ട് അധികം സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ തലേ ദിവസം രാവിലെയാണ് അന്ന് ദിവസം രാവിലെ നമ്മൾ പോയിട്ട് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മാല നമ്മുടെ ആ വീട്ടിൽ മാലയുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ. അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു, മാലയുടെ ഒപ്പം തന്നെ എന്താ പറയുക, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ആണെങ്കിലും നമുക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വിളക്കുകൾ നമ്മൾ കത്തിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഇവിടെ വെളിച്ചം കാണുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അയ്യപ്പന് വേണ്ടിയിട്ടായതുകൊണ്ട് രുദ്രാക്ഷ മാലയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രുദ്രാക്ഷം വാങ്ങിച്ചു, ഒരു കുഞ്ഞു വിളക്ക് മേടിച്ചു. അതായത് നമ്മൾ അഖണ്ഡ ദീപം എന്നൊക്കെ പറയുന്ന പോലെ, അതായത് അണയാതെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ദീപമായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു. വേറെ വിളക്കുകളൊക്കെ ഒരുപാട് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിലും അത് ഫുൾ ടൈം അണയാതെ കത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്യ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മൾ ദൈവത്തിന് കത്തിക്കാനായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നെയ്യൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അന്ന് വെളിയിൽ നിന്ന് പ്യുവറായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമ്പ്രാണി, കുറേ സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നമ്മൾ കത്തിച്ച്, പിന്നെ നമ്മുടെ പഴയ ഓരോ 3 മൺചട്ടികളാണ് ഫ്രണ്ടിലിരിക്കുന്ന ആ 3 അതൊക്കെ നമ്മൾ തപ്പിയെടുത്ത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതാക്കിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലതായിട്ട് തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് നമ്മളങ്ങോട്ട് ലാവിഷാക്കി ചെയ്തു എന്നല്ല കേട്ടോ. അല്ലാതെ നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ട് നല്ല രീതിയിൽ ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ ഇവിടെ നമ്മൾ ഇത് ചെയ്യണം കേട്ടോ. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും നേരം എന്താ ഈ പൂജ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഗുജറാത്തിയിൽ ഒരു ആരതി സോങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നവരാത്രികളിൽ നമ്മൾ ഇപ്പോൾ സൊസൈറ്റികളിലാണെങ്കിലും എല്ലായിടത്തും നമ്മുടെ ഗർഭ തുടങ്ങുന്നതിന് മുന്നേ എല്ലായിടത്തും ആരതി ചെയ്യുന്ന ഒരു സോങ്ങാണ്, ആരതി സോങ്ങാണ്. അപ്പോൾ ആ ആരതി സോങ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. എന്നിട്ടും ഞാൻ മുഴുവൻ എടുത്തിട്ട് ഉണ്ടായിരുന്നില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് പകുതി ലെങ്ത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ആഡ് ചെയ്യാനിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ നമ്മൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗർഭ കാണാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ ബറോഡത്തെ പോലെ തന്നെ അങ്ങനെ കാര്യമായിട്ട് ഒന്നും തന്നെ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. അതായത് ഇവിടെ നമ്മുടെ ബറോഡയിലുള്ള അത്രയ്ക്കൊരു എന്താ പറയുക, കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും ഇവിടെ മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എളുപ്പം തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തുള്ള ഒരുക്കങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂവും വെച്ചു നമ്മൾ. അപ്പോൾ ഏകദേശം ചെറുതായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ ഒരു ആരതി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കും കാണുമ്പോൾ നല്ല അത്യാവശ്യം നല്ല പോസിറ്റീവ് വൈബ് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് പോലെ തന്നെ കാണുന്ന നിങ്ങളെല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്ര കുഞ്ഞു വീഡിയോസ് നമ്മുടെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. ഇപ്പോൾ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് വലിയ സപ്പോർട്ടാണ് കേട്ടോ. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രചോദനമാണ്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ എന്നുണ്ടെങ്കിൽ. ഒപ്പം എന്താ പറയുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്താൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. വേറെ വീഡിയോ വരുന്നവരേക്കും. ബൈ, സീ യു.